ഇപ്പൊ നിങ്ങൾ കടയിൽ പോകുന്നു, ഒരു ഉൽപ്പന്നം വാങ്ങിക്കണം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന് 1200 രൂപ. അപ്പുറത്ത് അതേ പ്രൊഡക്റ്റിന് പ്രൈവറ്റിന്റെ ഉണ്ട് 620 രൂപ. ഇപ്പൊ ഞാൻ സ്റ്റാറ്റ് നമ്പർ ആയതുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് ജീവിതവൃത്തിയായി തന്നെ സ്വീകരിച്ചിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ 1200 പൊതുമേഖല തന്നെ വാങ്ങിക്കൂ എന്ന് നിങ്ങളിൽ ആരെങ്കിലും തീരുമാനിക്കും? സാരിമായിരിക്കും അല്ലേ? സാരി വാങ്ങിക്കാൻ പോകും, കൈത്തറി തന്നെ വേറെ ഇരിക്കുന്നു, വലിയ വ്യത്യാസം. മാർക്കറ്റിനെ നമ്മുടെ പ്രത്യയശാസ്ത്രമല്ല നിയന്ത്രിക്കുന്നത്. മാർക്കറ്റിനെ നിങ്ങളുടെ രാഷ്ട്രീയമോ നമ്മുടെ രാഷ്ട്രീയമോ അല്ല നിയന്ത്രിക്കുന്നത്. മാർക്കറ്റിനെ കമ്പോള നിയമങ്ങളാണ്. കമ്പോളത്തിൽ വരുന്നയാൾ വാങ്ങുമ്പോൾ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയം നോക്കി വാങ്ങുന്ന വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉണ്ട്, അതിസൂക്ഷ്മ ന്യൂനപക്ഷം ഉണ്ടാവും. അവര് ചിലപ്പോ ശരി കൈത്തറി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ബുധനാഴ്ച ആകുമ്പോൾ ഞങ്ങളൊക്കെ കൈത്തറി ധരിച്ചേക്കാം. പക്ഷെ നിങ്ങൾ എത്ര പേര് കൈത്തറി ധരിച്ചിട്ടുണ്ട്? ഓൺലി 1 2 ബുധനാഴ്ച കൈത്തറി ധരിക്കുന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശം. പൊതുമേഖല സംരക്ഷിക്കുന്ന എത്ര പേര് കൈത്തറി ധരിക്കുന്നുണ്ട്? ഇതാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ മുദ്രാവാക്യം വിളിക്കും, പൊതുമേഖല സംരക്ഷിക്കുന്നു, ഞങ്ങൾ ഉൽപ്പന്നം വാങ്ങിക്കണം. ഇതാണ് പ്രശ്നം. അപ്പോ അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങൾ ഇന്ന് രാവിലെ ബുധനാഴ്ചയാണ് ഓർത്തിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു മന്ത്രി ഒന്ന് ചോദിക്കാനായിട്ട് ഒട്ടും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എങ്ങനെയാണ് സർക്കിളിനടിയിൽ ബിന്ദു എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും മുൻപിൽ തന്നെ 2-3 ഇതൊക്കെ പിടിച്ച് നോക്കുന്നില്ലേ എന്ന മട്ടിൽ തന്നെ ഒരുപക്ഷെ ഇരിക്കുമായിരുന്നേ. ആ ഒരു വിജിലൻസ് ഇവർ കാണിച്ചില്ല. അതാണ് ബുധനാഴ്ച. കമ്പോളം എങ്ങനെ തീരുമാനിക്കുക? പ്രൊഡക്റ്റിന്റെ വില എങ്ങനെ നിശ്ചയിക്കും? മാർക്സിയൻ സിദ്ധാന്തം അനുസരിച്ച് അതിലടങ്ങിയ അധ്വാനമാണ്. അധ്വാനമാണ് നിശ്ചയിക്കുന്നത്. അധ്വാനത്തിന് നിർണ്ണയിക്കുന്ന സമയമാണ് പ്രധാനമായിട്ടും. നമ്മൾ ഓരോ പ്രൊഡക്റ്റിന്റെയും വിലയെ നിർണ്ണയിക്കുന്നത് അതിലടങ്ങിയ സമയമാണ്, അധ്വാനത്തിന്റെ സമയം. നിങ്ങൾ ക്ലാസ് എടുക്കും, പ്രൊഡക്റ്റിന്റെ സമയം എങ്ങനെ വരും? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കയർ ക്ലസ്റ്റർ പരീക്ഷണം നടത്തുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീ തൊഴിലാളി 160 കിലോ കയറൊക്കെ പിരിച്ചിരിക്കുകയാണ്. അധ്വാനമൊന്നുമില്ല, മെഷീനാണ്. മെഷീൻ അത് സ്മൂത്താക്കുന്നു. ചകിരി എന്നുള്ള പൊടിയെല്ലാം വേറെ മെഷീൻ അത് കളയുന്നു. അങ്ങനെ സ്മൂത്താക്കി ഇത് പുറത്തേക്ക് വരുന്നു. ഈ സ്ത്രീയുടെ അധ്വാന ഭാരം തുടങ്ങും. അവർ 2 മെഷീൻ ഒരേ സമയം നോക്കുന്നു. പ്രത്യേകിച്ച് വലിയ ഭാരമില്ല. 160 കിലോ അവൻ കയർ പിരിക്കുന്നു. നമ്മൾ സാധാരണ 20 കിലോ പിരിക്കുന്നു. ഈ 160 മുതൽ 200 പിരിച്ചിട്ടാണ് തമിഴ്നാട്ടിൽ കയറി വരുന്നത്. നമ്മൾ ഒരാൾ 20 കിലോ പിരിക്കുന്നു. പിന്നെ എങ്ങനെ നിൽക്കും? ഞാൻ കേരളത്തിനെ കുറിച്ച് അഭിമാനിക്കുന്നു. കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാണ്. തിളയ്ക്കുന്ന ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ഉറക്കെ പാടുന്ന ആളാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കയറ് വേണ്ട, വില കൂടിയാലും കേരളത്തിൽ വാങ്ങിക്കുമെന്ന് എത്ര പേര് തീരുമാനിക്കും? അപ്പൊ ഉത്പാദനക്ഷമത പ്രധാനപ്പെട്ടതാണ്. BSUവിനകത്ത് ഉത്പാദനക്ഷമത മുൻനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വിചാരിച്ച മാത്രമല്ല. മെഷീനറി മാറ്റം പല ഘടകങ്ങളായിരിക്കും ഉത്പാദനക്ഷമതയെ നിർണ്ണയിക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ ഉള്ളതിന്റെ ശരിക്കും ഔട്ട്കം എത്രയാണ്? ഔട്ട്പുട്ട് എത്ര വരുന്നു? ഇത്ര തന്നെയാണോ വരേണ്ടത്? ഇപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ക്യാബിനറ്റിലേക്ക് വരുന്ന നോട്ടുകളിൽ ഞാൻ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് അംഗീകരിച്ച ബോണസ് ഇപ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് ഇത് അങ്ങനെ വരുന്നു? ഞാൻ മൊത്തം നിർദ്ദേശങ്ങൾ നോക്കി. കുറെ ചർച്ചകൾക്ക് ശേഷം ലേബർ ഡിപ്പാർട്ട്മെന്റ് ക്യാബിനറ്റ് അംഗീകാരത്തോടുകൂടി മാനദണ്ഡങ്ങൾ ചെയ്തു. 2-3 പേജുണ്ട്. അവസാനത്തെ ദിവസത്തിലല്ലോ എത്ര നഷ്ടം വന്നാലും കഴിഞ്ഞവണ്ണം തന്നെ കൊടുക്കണം, എത്ര കൂടിയാലും കഴിഞ്ഞവണ്ണത്തേക്കാൾ കൂടാനും പാടില്ല. പിന്നെ മുകളിലുള്ള അധ്വാനം ഒന്നും വേണ്ട, മനുഷ്യധ്വാനം ബാക്കിയുള്ളത് വെറുതെ പാടാക്കിയത്. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചു ലാഭമുണ്ടോ 2 to 8% ബോണസ് കൂട്ടിക്കും. ലാഭമില്ല, അല്ല ഇത്തവണ മാത്രം നഷ്ടമാണോ, പ്രൊട്ടക്ട് ചെയ്തോ. തുടർച്ചയായി നഷ്ടമാണോ, ബോണസ് കുറയണം. ബോണസ് കോൺസെപ്റ്റാണ്, മാറ്റിവെക്കപ്പെട്ട ആനുകൂല്യമാണ്, ശമ്പളമാണ്, ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ ഞാൻ കുറെ കാലം ട്രേഡ് യൂണിയൻ ലീഡർ ആയിരുന്ന ആളാണ്.
എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ വെച്ച എഗ്രിമെന്റുകളെല്ലാം പ്രൊഡക്ടിവിറ്റി ലിങ്കുകളാണ്. ബോണസുകൾ, പ്രൊഡക്ടിവിറ്റി ലിങ്കുകൾ, LTSകൾ, ഇൻസെന്റീവ്, തൊഴിലാളി ഹാപ്പിയാണ്, സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയായിട്ട് ലിങ്ക് ചെയ്യണം. ഇപ്പോ ഈ വർഷവും കഴിഞ്ഞ വർഷവും ക്യാബിനറ്റ് അപ്രൂവ് വേണ്ട ഒറ്റ ബോണസ് നിർണ്ണയം ഉണ്ടായില്ല. ഈ മാനദണ്ഡത്തിൽ നിന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ഇനി ഞങ്ങളിപ്പോ ഫിനാൻസ് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഇതെല്ലാം കരാറുകൾ പോയി ഫിനാൻസ് കറങ്ങി തിരിച്ച് വീണ്ടും വരും, വീണ്ടും അയക്കും, ഇങ്ങനെയാണോ? അപ്പൊ വ്യവസായ വകുപ്പ് പറയുന്നത് പാരാമീറ്റേഴ്സ് നിശ്ചയിക്കണം. ഞാനിപ്പോ BP2 ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്പാദന ചെലവ് കൂടാൻ പാടില്ല, ശമ്പളം വർദ്ധിക്കുന്നു. എങ്ങനെ കുറയും? അല്ലെങ്കിൽ കുറയണ്ട, കൂടാൻ പാടില്ല, എങ്ങനെ നിർത്താൻ പറ്റും? അപ്പോ പ്രൊഡക്ടിവിറ്റി കൂടണം. ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു ഭാഗം പ്രൊഡക്ടിവിറ്റിയുമായി ചേർന്നിരിക്കണം. നവകേരള രേഖയിൽ ക്യാബിനറ്റ് അംഗീകരിച്ചതും മുന്നണി അംഗീകരിച്ചിട്ടുള്ള നയം വളരെ കൃത്യമാണ്. നേരത്തെ ഉള്ളതിലും ഒരു വ്യത്യാസമാണ്. നേരത്തെ ജീവിത ചെലവിന്റെ വർധനവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശമ്പള വർധനമാണ്. നവകേരള രേഖ ബാലൻസിംഗ് ആണ്. ജീവിത ചെലവിന്റെ വർധനവിനോടൊപ്പം തന്നെ സ്ഥാപനത്തിന് കൊടുക്കാനുള്ള ശേഷിയും പരിഗണിക്കണം. ഈ രണ്ട് ഭാഗമുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന പോളിസി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ സ്ഥാപനം നല്ല ശമ്പളം കൊടുക്കും, പിറ്റേ ദിവസം മുന്നേ രാഷ്ട്രപതിയായി. അപ്പൊ പിന്നെ ഈ ശമ്പളം തന്നെ കൊടുക്കാൻ പറ്റില്ല, പിരിഞ്ഞവർക്ക് വേറെ കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ നോക്കി എല്ലാ PSUടെയും ആവറേജ് സാലറി എത്രയാണ് ഓരോ സ്ഥലങ്ങളിൽ. സമാനമായ ഇൻഡസ്ട്രിയിൽ എത്രയാണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, നാഷണൽ ലെവൽ എത്രയാണ്, ഇന്റർനാഷണൽ ലെവൽ എത്രയാണ്. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കശുവണ്ടി തല്ലി ഒരു ബാഗ് എടുക്കുന്നു. ഒരു ബാഗ് പ്രൊഡക്ഷൻ കോസ്റ്റ് 4200 4300 രൂപയാണ്. ഓവർഹെഡ് കൂടി നോക്കിയാൽ ഇന്റർനാഷണൽ കോസ്റ്റ് 650 രൂപയാണ്. മറ്റ് സ്റ്റേറ്റിൽ 1200 രൂപയാണ്. ആകെ കേരളത്തിന്റെ കശുവണ്ടി ഒരു മേന്മയിൽ നമുക്ക് വിൽക്കാനുള്ളൂ. പിന്നെ സൗകര്യം ഗവൺമെന്റ് തന്നെ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കണം. അതിന്റെ ഒരു 60% 40% ഗവൺമെന്റ് വഹിക്കണം. ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് വാങ്ങിക്കണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനികൾ ഗവൺമെന്റ് വായ്പെട്ട് കൊടുക്കണം. ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനികൾ ഉൽപ്പന്നം ഗവൺമെന്റ് തന്നെ വാങ്ങിക്കണം. ഇത് കമ്മ്യൂണിസത്തിൽ പോലും ഉണ്ടാവില്ല. എല്ലായിടത്തും മാറി സോഷ്യലിസം മാറി കമ്മ്യൂണിസം വന്നാൽ പോലും മുഴുവൻ പണവും ഗവൺമെന്റ് സർക്കാർ സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റ് ഇല്ലാതെ വരില്ല. സ്റ്റേറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ആ പണം വെച്ചിട്ട് പ്രൊക്യൂർ ചെയ്തിട്ട് ഇൻകത്തിന്റെ സപ്പോർട്ടും കൊടുത്ത് അതുണ്ടാക്കുന്ന ഉൽപ്പന്നം അവർ നൽകുന്ന ക്വാളിറ്റിയിൽ അതുമായി ബാലൻസ് ചെയ്യാത്ത വിലയിൽ വാങ്ങിക്കുന്നത് ഒരു സിസ്റ്റത്തിലുണ്ടാവില്ല. അപ്പൊ ഇത്ര സിസ്റ്റം മാറേണ്ടതുണ്ട്. അതാണ് ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പുകൾ പതുക്കെ എടുത്തത്. കുറെ മാറിയിട്ടുണ്ട്. അപ്പൊ പ്രൊഡക്ടിവിറ്റിയുമായി ലിങ്ക് ചെയ്ത് നിൽക്കണം. പ്രൊഡക്ടിവിറ്റി പല രീതിയിൽ നമുക്ക് അടക്കാൻ പറ്റും. ഇപ്പോ ഒരു പൊതുമേഖല സ്ഥാപനം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കും. ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ ഒരാൾ രാജിവെച്ചിട്ട് വേറൊരു കമ്പനി കൊടുക്കും. ആ കമ്പനി വിദേശത്തേക്ക് വരെ കയറ്റുമതി ചെയ്ത് 300-350 കോടി ടേൺ ഉണ്ടാക്കും. അദ്ദേഹം പഠിച്ച കമ്പനി ഓരോ വർഷവും നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രണ്ടു കൂട്ടരും ഒന്ന് തന്നെ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെ വരും? അപ്പൊ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്ര വരും, ഏതൊക്കെയാണ് അതിന്റെ ഗഡ്ഡികൾ, എവിടെ കൂടുതൽ? അപ്പൊ ശമ്പളം കുറയ്ക്കാൻ പറ്റില്ല, പ്രൊഡക്ടിവിറ്റി കൂട്ടണം. ഈ മെഷീനിൽ തന്നെ കൂട്ടാവുന്ന എത്രയുണ്ട്? ഇപ്പൊ ഞാനൊരു കമ്പനി നോക്കി, കംപ്ലീറ്റ് ഓട്ടോമേഷനാണ്, പക്ഷെ ആളെ പറയാൻ സമ്മതിക്കില്ല. ഏകദേശം മൊത്തം ഓട്ടോമേഷനാണ്. പിന്നെ ചില കമ്പനി നോക്കിക്കഴിഞ്ഞപ്പോ ഇപ്പോഴും നമ്മുടെ ആളുകൾ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ പതുക്കെ പോകുന്നത്. ഞാനൊരു കമ്പനി പോയി മാർക്കറ്റിംഗ്, എല്ലായിടത്തും കൊണ്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ടാണ്. മാർക്കറ്റിംഗ് ഹെഡ് സംസാരിച്ചപ്പോ സാധാരണ നമുക്കറിയാവുന്ന മാർക്കറ്റിംഗ് പോകുന്നതല്ല ഒരു മറുപടി പറയും. അപ്പൊ ഞാൻ വളരെ കാര്യങ്ങൾ ചോദിച്ചില്ല, മാഡം നിങ്ങൾ എവിടെയാണ് ഈ മാർക്കറ്റിംഗിന്റെ ഇത് പഠിച്ച മാനേജ്മെന്റ്? ഹോണസ്റ്റ് ആയിട്ട് സാർ ഞാൻ പഠിച്ചിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കയറി ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. കയറി ഈ പോസ്റ്റിലെത്തി. കഴിഞ്ഞോടെ പ്രൊക്യൂർമെന്റ് ഇരുന്നു, ഇപ്പോ HR ആയിരുന്നു. ചിലപ്പോൾ നാളെ ഫിനാൻസിലായിരിക്കും ഇരിക്കുക. ഫിനാൻസിനെ ഞാൻ മനസ്സിലായിരുന്നു.
ഇപ്പൊ നിങ്ങളൊരാള് ഒരു കോളേജിൽ ചേർന്നു, യൂണിവേഴ്സിറ്റി ചേർന്നു, അസോസിയേറ്റ് പ്രൊഫസറായി, അസിസ്റ്റന്റ് പ്രൊഫസറായി ജോയിൻ ചെയ്തു. ഓരോ സ്റ്റേജ് ഉണ്ടാവും, ഓരോ സ്റ്റേജിനും പോയിന്റ് വേണം. അതിന് നിങ്ങൾ അസോസിയേറ്റ് ആകണം, ഇന്റർവ്യൂ ഉണ്ടാവും, നിങ്ങൾ പോയിന്റ് നോക്കും, സെലക്ഷനാണ്. ഓട്ടോമാറ്റിക് പ്രൊമോഷൻ അല്ല മാനേജ്മെന്റ് കേരളം. ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കയറി പോകുള്ളൂ. ആ ഇരിക്കുന്ന ജോലിക്ക് ആവശ്യമായ മിനിമം നൈപുണ്യവും യോഗ്യതയും സ്കില്ലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് പോട്ടെ, ഇതിന്റെ ഭാഗമായി നിൽക്കുന്നതല്ല. ഇത് വേണ്ടേ മാനേജ്മെന്റ് കേട്ടത്? HR ഇതിനിടയിൽ നിങ്ങൾ HR എടുത്തോ, MBA എടുത്തു, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എടുത്തു, പിന്നെ പരിശീലനം വേണ്ടേ? നിങ്ങളിൽ എത്ര പേർക്ക് ആധുനിക മാനേജ്മെന്റ് പരിശീലനം കിട്ടിയിട്ടുണ്ട്? കമ്പനികൾ നിങ്ങളോടൊപ്പമല്ല, നമ്മളോടൊപ്പം. ഞാൻ വ്യവസായ വകുപ്പിൽ നമ്മൾ ആദ്യത്തെ ഉദ്യോഗസ്ഥരോട് കാലിക്കറ്റ് IIM-ലേക്ക് വിട്ടു. ഇയർ ഓഫ് എന്റർപ്രൈസ് തുടങ്ങുന്നതിന് റെസിഡൻഷ്യൽ പ്രൊഫഷണൽ കോഴ്സ്. ഒരു ഭാഗത്ത് അഹമ്മദാബാദ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിലേക്ക് വിട്ടു, അവരവിടെ കോഴ്സ് ചെയ്തു. നമ്മൾ പഠിച്ചതല്ല ഇപ്പൊ വരുന്ന രീതിയിൽ. ചിലർക്ക് അസാധാരണ കഴിവുണ്ടാവും, തന്നെ നോക്കിയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോ പോയാളല്ല വരാ, നമ്മൾ അപ്രോച്ചേ മാറും. ടീം എങ്ങനെ വർക്ക് ചെയ്യും, ഇത് നമ്മൾ എത്രമാത്രം. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം നമ്മളിപ്പോ പതുക്കെ കൊണ്ടുവരാണ്. ട്രെയിനിങ് മസ്റ്റ്, പ്രൊമോഷൻ പോളിസി പോലും മാനേജർ കേടുള്ളവർക്ക് മിനിമം അതിലേക്ക് ഒരു ഇന്റർവ്യൂ വേണം. അപ്പോ ആ ലെവലിലാണ് ഇന്റർവ്യൂ വേണം, മസ്റ്റ് ആയിരിക്കണം. ഫിനാൻസ് മാനേജ്മെന്റ് ഒരു ഇന്റർവ്യൂ വേണം. അപ്പോ സീനിയർ അയാൾക്ക് കിട്ടണമെന്നില്ല. സീനിയർ അയാൾ അല്ലെങ്കിൽ ശമ്പളം പ്രൊട്ടക്ട് ചെയ്യണം, ശമ്പളം പ്രൊട്ടക്ട് ചെയ്യും, ആ ലെവലുള്ള ശമ്പളം പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ ആ പോസ്റ്റിൽ വരേണ്ടത് ആ പോസ്റ്റിൽ ഇരിക്കാനുള്ള യോഗ്യതയും കഴിവുമുള്ള ആളായിരിക്കണം. ആ ഇന്റർവ്യൂ ബോർഡിൽ, റിക്രൂട്ട്മെന്റ് ബോർഡിൽ എക്സ്പെർട്ട് ഉണ്ടാവണം. ഇത് ഇങ്ങനെ നമ്മൾ എഫിഷ്യൻസി കൂട്ടണം. പൊതുമേഖല ആവശ്യമാണെന്ന പൊതുബോധം സമൂഹത്തിൽ ഉണ്ടാകുന്നത് മുടക്കുന്ന പണത്തിനനുസൃതമായി തിരിച്ച് സമ്പദ്ഘടനയ്ക്ക് സംഭാവന ചെയ്യാനും തൊഴിലവസരം സൃഷ്ടിക്കാനും കഴിയുമ്പോൾ മാത്രമാണ്. കമ്പനികൾ പ്രവർത്തിക്കേണ്ടത് കമ്പനി നിയമം അനുസരിച്ചാണ്. എല്ലാ പൊതുമേഖല ഒരേ കാറ്റഗറി എടുക്കുന്നില്ല. ഇപ്പോ സർവീസ് അത് എസെൻഷ്യലാണ്, സമൂഹത്തിന് ആവശ്യമാണ്. നമുക്കതിനൊരു ഈക്വിലിബ്രിയം നിർത്തണം. ചാർജ് കൂടാൻ പാടില്ല. വെള്ളം, വൈദ്യുതി, യാത്രാ സൗകര്യങ്ങൾ, ആരോഗ്യം, ഇതെല്ലാം തന്നെ നമുക്കൊരു നിർത്താൻ കഴിയണം. എന്നാൽ നിങ്ങൾ ഇലുമിനേറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും സമൂഹത്തിന് വലിയ പ്രശ്നമില്ല. നിങ്ങൾ ഓട്ടോറിക്ഷ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അവർക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ സർവീസിന് പിന്നെ പൊതുമേഖല നിർത്തുന്നത് കുറഞ്ഞ നിരക്ക് കിട്ടാനാണ്. അതിന് സബ്സിഡി നൽകിയാലും അത് ഒരു സോഷ്യൽ ക്യാപിറ്റലായിട്ട് മാറും മനുഷ്യന്റെ വികാസത്തിൽ. കമ്പനികൾ പ്രവർത്തിക്കേണ്ടത് ലാഭനഷ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ബോർഡിലും ഇപ്പൊ നമ്മൾ എക്സ്പെർട്സിന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉറങ്ങുന്നു കമ്പനി എന്താന്ന് പറയാനേ, എക്സ്പെർട്സിന് വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എക്സ്പെർട്സിന് വെച്ചിട്ടുണ്ട്. എല്ലാ ബോർഡിലും നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു അക്കൗണ്ടിങ് കമ്മിറ്റി വേണം, ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക്. ഇനിയിപ്പോ ഓട്ടോണമി എന്തൊക്കെ എപ്പോഴും വന്ന് പറയണതാണ്. ഇപ്പൊ ലാസ്റ്റ് സ്റ്റേജ് ഇരിക്കുകയാണ്. മിക്കവാറും ഫിനാൻസ് ഇപ്പോ 1-2 ഉന്നത യോഗം നടക്കുന്നുണ്ട്. ആദ്യത്തെ 2 കാറ്റഗറിക്കെങ്കിലും പരമാവധി ഓട്ടോണമി അതിലാണ്. അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റിയാണ്. ഓട്ടോണമി നോട്ട് മീൻസ് ഫുൾ ഫ്രീഡം അല്ല. ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി. നിങ്ങൾക്ക് ഓട്ടോണമി ഉണ്ട്. നിങ്ങൾ വന്ന പണം കൊള്ളാം, അപ്പോഴാണ് എല്ലാ യൂണിയൻകാരും കൂടി വന്നു. ഇപ്പുറത്താണെങ്കിലോ നമ്മുടെ ആളുകളില്ലേ, ഇവർക്ക് ഇപ്പൊ തന്നെ ശമ്പളം കൊടുത്തേക്കും, സാധനം വാങ്ങിയ കാശില്ല. അപ്പോഴാണ് ഇത് മുഴുവൻ കൊടുത്തു വിട്ടത്. കുടിശ്ശിക എല്ലാം കൊടുത്തു, എവിടേക്ക് എത്തും? അതുകൊണ്ടാണ് ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി, ഫിനാൻഷ്യൽ ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി. എല്ലാം മുകളിലേക്ക് കയറി വരണ്ട. ഇപ്പൊ നിങ്ങളുടെ ഒരു സാധനം മാറാൻ തീരുമാനിക്കുന്നു, അത് ഇവിടുന്ന് എഴുതി അവിടെ വന്ന് കയറി ഫിനാൻസ് കയറി തിരിച്ചു വരുമ്പോഴേക്കും ആ ടെക്നോളജി മാറിയിട്ടുണ്ടോ?
ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്നത് ലാസ്റ്റ് സെം ആകുമ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആകുന്ന കാലം. നമ്മൾ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്ക് പഠിപ്പിക്കുമ്പോൾ അതേ പുസ്തകം ഉപയോഗിക്കാം. ഇപ്പൊ അത് പറ്റില്ല. പഠിച്ച പുസ്തകം ഉപയോഗിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒന്നാം സെമ്മിൽ കയറുന്നതിന് ലാസ്റ്റ് സെം ആകുമ്പോൾ ചില പദം പോയിട്ടുണ്ടോ, പുതിയതൊന്നുണ്ടോ, അത്രയും വേഗത്തിലാണ്. അപ്പൊ നമ്മൾ ഈ കുറേ ഇട്ടിട്ട് എഴുതി എല്ലാ സ്റ്റേജിൽ കയറി ഇറങ്ങി വരുമ്പോഴേക്കും പിന്നെ ഉപകരണം ആവശ്യമായിട്ട് വരില്ല. അപ്പൊ ഓട്ടോണമി ഉണ്ടാവണം. അതാണ് സർക്കാർ നോക്കുന്ന ഒരു ഭാഗം. ഈ പ്രതിസന്ധിക്കിടയിലും ഇപ്പൊ നമ്മൾ നോക്കുമ്പോ 272.2 കോടി രൂപയാണ് 18 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവിടെ മന്ത്രക്കാർ കാര്യം പറഞ്ഞു. ഇനി എന്റെ അടുത്ത് വരരുത്, വൈദ്യുതി മന്ത്രിയെ കാണണം, ഒരു കത്ത് വേണം, ഇത്തവണ നടച്ചിട്ടില്ല, ഫീസ് ഊരില്ലേ, ഇനി വരരുത്. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 272.2 കോടി ഗവൺമെന്റിന്റെ പ്രതിസന്ധിയിലും എക്സ്ചക്കറിലേക്ക് വരേണ്ട പവർ ഡ്യൂട്ടിക്കെതിരായിട്ട് KCB ഇതല്ല, KCB ഗവൺമെന്റ് അടയ്ക്കേണ്ടതുമായി എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്താണ്. അപ്പൊ പിന്നെ നിങ്ങളെ ലാഭത്തിൽ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനവുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലം അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ തന്നെ റോ മെറ്റീരിയലോ നിങ്ങളുടെ ബൈ പ്രൊഡക്റ്റിന്റെയോ പാർക്കുകളായിട്ട് വികസിപ്പിക്കും. നിങ്ങളുടെ ഓൾമോസ്റ്റ് പൊതുമേഖലയിൽ തന്നെ ഇപ്പൊ ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്, അതിന് റോ മെറ്റീരിയലായി ഉപയോഗിക്കാവുന്ന സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അവർ കൊടുക്കാം, MSMEകൾ കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റോ മെറ്റീരിയൽ ഉണ്ടാക്കാവുന്നുണ്ട്, അവർ കൊടുക്കാം. പൊതുമേഖലയിൽ തന്നെ ഇപ്പൊ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് സ്ഥാപനം ലാഭകരമാക്കി മാറ്റാൻ കഴിയും. അത് ഓരോരുത്തർക്കും ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ഓരോ സ്ഥാപനത്തിനുണ്ടാവണം. ഇപ്പോ എല്ലാവരും ആവശ്യപ്പെട്ടനുസരിച്ച് ആദ്യമായിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, അതിന് ബജറ്റ് ഫണ്ടൊക്കെ വെച്ചു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ പൊതുമേഖലയെ സഹായിക്കുന്നതിന് വേണ്ടി. കാരണം ഗവൺമെന്റും പൊതുമേഖല സ്ഥാപനവും തൊഴിലാളികൾ എല്ലാ മാസവും അടച്ചു കൊണ്ടിരിക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റിയാണ്, പിന്നെ ലയബിലിറ്റിയായി മാറുന്നത്. അവര് ഗവൺമെന്റ് ഇത്തവണ ഫണ്ട് അനുവദിച്ചു. റിലീസിംഗിൽ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് അത് നടക്കുന്നതിൽ കുറച്ച് വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കും. അപ്പോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണ നിലപാട് ശക്തിപ്പെടുത്തി ലാഭകരമാക്കലാണ്. ഗവൺമെന്റ് ഫണ്ട് എടുക്കുന്നു, ഫണ്ടിൽ മാത്രം നിൽക്കുന്നു എങ്കിൽ അത് കമ്പനി ആവില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ആവും. ഗവൺമെന്റിന്റെ ഫണ്ട് മാത്രം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ശമ്പളം കൊടുക്കുന്ന നമ്മൾ ഉത്തരവാദിത്തമാണ്, സൊസൈറ്റിക്ക് വേണ്ടിയാണ്. ഗവൺമെന്റിന്റെ ഫണ്ടിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ അത് കമ്പനി ആവില്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല കമ്പനി. കമ്പനി സെന്ററി ഡിഫറൻസ്. അത് മാനേജ്മെന്റ് നല്ല വ്യക്തത ഉണ്ടാവണം. ഞാൻ ഇത്രയും സൂക്ഷ്മമായി പറയുന്നത് നിങ്ങൾ എല്ലാവരും ഈ മാറ്റത്തിന് നയിക്കുന്ന ഓരോ സ്ഥാപനങ്ങളിലെ ആളുകളാണ്. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഓരോ ക്വാർട്ടർലി നമ്മൾ നോക്കുന്നു, നമ്മുടേതായിട്ടുള്ള റിവ്യൂ നടത്തുന്നു. ഇപ്പോൾ അടുത്ത റിവ്യൂലും കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ടായത് 9 കമ്പനികളാണ്. ഈ സമയം ലാസ്റ്റ് സ്റ്റേജിലാണ് കുറച്ച് കയറി വരിക. പക്ഷെ ഈ സമയത്ത് തന്നെ നമുക്ക് 12 കമ്പനികൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റേക്ക് വരും കഴിഞ്ഞ കൊല്ലത്തേക്കാണ്. ചില ട്രേഡൊക്കെ കൂടുതലാണെങ്കിൽ അതായിരിക്കും കൂടുതൽ വരും. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ 6 കമ്പനികളായിരുന്നു, ഇത്തവണ 8 കമ്പനികളായിട്ട് നെറ്റ് പ്രോഫിറ്റ് മാറി. ചേഞ്ച് ഉണ്ട്, ഒരു മാറ്റമുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റിലേക്ക് പല സ്ഥാപനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായി തന്നെ വിനിയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നവരാണ്, ഓരോ സ്ഥാപനങ്ങൾക്ക് എടുത്തു. പിന്നൊരു പ്രശ്നം വരുന്നത് കോർ എന്താണ്? നിങ്ങളുടെ ഓരോ സ്ഥാപനത്തിൽ കോർ ആക്ടിവിറ്റി ഉണ്ടാവുന്നു. കുറച്ച് കഴിയുമ്പോൾ അവര് ഗവൺമെന്റിന് ഉത്തരവ് വാങ്ങിയെടുക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ പൊതുമേഖലയുടെ ലേബൽ ഉപയോഗിച്ച് സ്വകാര്യ മേഖലയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നു, അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങൾ ടെൻഡർ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോമിനേഷൻ കിട്ടുന്നു, നിങ്ങൾ സ്ഥലത്ത് വാങ്ങിക്കുന്നു, കമ്പ്യൂട്ടർ ആകാം, വേറെ ആകാം, മറ്റു നിങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനം കൊടുക്കുന്നു. അത് വേറെ രീതിയാണ്, പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില സിവിൽ വർക്ക് എടുക്കുന്നു, സിവിൽ എഞ്ചിനീയർ പോലും ഉണ്ടാവില്ല, സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല.
അക്രഡിറ്റഡ് ഏജൻസി ആയിരിക്കും, സിവിൽ വർക്കാ ചെയ്യുക. അവസാനം ഈ സിവിൽ വർക്കിൽ മാത്രം നിൽക്കുന്നത് എന്തായാലും വേണ്ടിയാണ് കമ്പനി നമ്മൾ പറഞ്ഞു. അപ്പൊ അത് നമ്മളിപ്പോ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒറ്റടിക്ക് മുറിക്കാൻ പറ്റില്ല. എന്തിനാ മാറ്റം വരാം, ആക്ടിവിറ്റി മാറ്റം വരാം. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനി എടുക്കുക, ഫോട്ടോകാസ്റ്റ് തുടങ്ങിയിട്ട് ഇതൊരു ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ലോകത്ത് ആരെങ്കിലും അങ്ങനെ വ്യവസായം നടത്തും? ഇപ്പൊ നമ്മൾ റെയിൽവേക്ക് ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓർഡർ കിട്ടി, കുറച്ച് പ്രതീക്ഷ, അപ്പുറത്ത് കുറച്ച് പമ്പ് തുടങ്ങി, ഇപ്പുറത്തുള്ള ചെറിയ സൂചനയുണ്ട്. നിങ്ങളാണ് കമ്പനി നടക്കുന്നത്, 3 കൊല്ലം നഷ്ടം, 4 കൊല്ലം നഷ്ടം, 5-ാമത്തെ കൊല്ലം നഷ്ടം, 6-ാമത്തെ കൊല്ലം നഷ്ടം. എന്നാലും എന്റെ കമ്പനി അല്ലേ എന്ന് വെച്ചുള്ളതെല്ലാം വിറ്റ് ആ കമ്പനി നടത്തും? ഇല്ല, നടത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുടെ പണമാണ് ഗവൺമെന്റ് നൽകുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് പൊതുമേഖല തന്നെ നിർത്തിക്കും. എന്താണ് ആക്ടിവിറ്റി മാറേണ്ടത്? പുതിയതിലേക്ക് മാറണം, പുതിയ മാനുഫാക്ചറിംഗ് മാറണം. ഇന്ന സാധ്യതയുണ്ടോ? നിങ്ങൾ പ്രപ്പോസലായിട്ട് വന്നു, ഗവൺമെന്റ് ഇസ് റെഡി. അല്ല, ഗവൺമെന്റ് ആലോചിക്കും. നിങ്ങളാണ്, കമ്പനിയാണ് ആലോചിക്കേണ്ടത്. നിങ്ങളാണ് പ്രപ്പോസൽ വിളിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്. കമ്പനി ഈ ആക്ടിവിറ്റി മാറുമ്പോൾ ഇത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഓരോ സ്ഥാപനത്തെയും ലാഭകരമാക്കി മാറ്റാൻ കഴിയുമോ? ഇതാണ് നമ്മൾ ഓരോരുത്തരും മാനേജ്മെന്റ് കെയറിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നല്ല മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ഇനിയും മാറേണ്ടതുണ്ട്. നമ്മൾ വിചാരിച്ചാൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഘട്ടം ഘട്ടമായി ലാഭത്തിലാക്കാൻ പറ്റും. ചിലപ്പോ ഇപ്പോൾ ഉള്ള രീതി മാറി വേറെ രീതിയിലേക്ക് മാറേണ്ടത്. ഇതല്ല, വേറെ മാനുഫാക്ചറിംഗ്, പുതിയ ടെക്നോളജി വന്നു, ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ സ്ഥലം നമുക്ക് ഇങ്ങനെ വിനിയോഗിക്കാം. പൊതുമേഖലയിൽ തന്നെ പ്രൈവറ്റൈസേഷൻ വേണ്ട. പൊതുമേഖല സംരക്ഷണമുള്ളൂ, ഇന്ന ഉത്പാദന സംരക്ഷണം ഇല്ല. ഞങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുകയാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. LDF പോളിസി ഇല്ല. പൊതുമേഖല സംരക്ഷണമുള്ളൂ. ഇന്ന ഉത്പാദനം പൊതുമേഖല തന്നെ ഉണ്ടാകണമെന്നല്ല. അതല്ലെങ്കിൽ വേറെ ഉത്പാദനം നിങ്ങൾ നടത്തിക്കും, പൊതുമേഖല ആക്ടിവിറ്റി ചെയ്തോ. ഈ മാറ്റം പ്രധാനപ്പെട്ടതാണ്. സ്പാറ്റോയുടെ സമ്മേളനം എന്തായാലും വളരെ സമ്പന്നമായ വിഷയങ്ങളെ കുറിച്ചാണ് എല്ലാം ചർച്ച ചെയ്യുന്നത്. ഞാൻ മാത്രമായിരിക്കും വിഷയത്തിന് വ്യതിരിച്ചിട്ടുണ്ടാവുക. ഇന്ത്യൻ പൊതുമേഖലയുടെ സമകാലീന അവസ്ഥ നമ്മുടെ ഘടകങ്ങളിലേക്ക് സംസാരിക്കുമ്പോൾ അത് സൂചിപ്പിക്കും. കോവിഡ് അതിജീവനം, പൊതുമേഖല സ്ഥാപനങ്ങൾ. നമ്മൾ പൊതുവെ വ്യവസായത്തിൽ കേരളത്തിൽ നല്ലൊരു അന്തരീക്ഷം വന്നിരിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് നയത്തിന് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബെസ്റ്റ് ഗവേണൻസ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി ഇയർ ഓഫ് എന്റർപ്രൈസസ് 82 ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ടീം വർക്കിന്റെ ഗുണമാണ്. ഗവൺമെന്റ് ഓഫീസേഴ്സ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ സർക്കാർ സംവിധാനത്തിന് 150 രാജ്യങ്ങളുടെ പ്രതിനിധി. സാധാരണ അവരുടെ വാഷിംഗ്ടൺ DC ചേരുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്, അതിന്റെ കീഴ്വഴക്കം. അതിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രൊജക്ട് തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസിയാണ്. ഇപ്പോ സർവീസ് ക്വാളിറ്റി സർവീസാണ്. നമ്മൾ പറയില്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഹെൽത്ത് കെയർ, ക്വാളിറ്റി സർവീസാണ്. ക്വാളിറ്റി സർവീസ് പ്രധാനപ്പെട്ട മാനദണ്ഡം ടൈം ഓഫ് ഡെലിവറിയാണ്. അതിന്റെ പ്രധാന മാനദണ്ഡം ക്വാളിറ്റിയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം ഡെലിവറിയുടെ സമയമാണ്. എത്ര വേഗത്തിൽ നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യാൻ പറ്റുന്നു, എത്ര വേഗത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. അതിൽ നമ്മൾ സർക്കാർ സംവിധാനത്തിന് കഴിഞ്ഞു. പല പൊതുമേഖലാ സ്ഥാപനം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാം നേതൃത്വത്തിന്റെ ഭാഗമായി നഷ്ടത്തിലുള്ള പല സ്ഥാപനങ്ങളും ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഒരു ഇത് നടത്തിക്കൊള്ളു, നല്ല നിർദ്ദേശം നൽകുന്നവർക്ക് സമ്മാനം കൊടുത്തോളൂ. ആദ്യത്തെ വർഷം ഉണ്ടായുള്ളൂ, പിന്നെ അത് വിട്ടു, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഇന്ന മാറ്റം വരുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കൂ, നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്ര സ്ക്രാപ്പ് എടുപ്പുണ്ടാവും? ക്ലിയറേ പറഞ്ഞു. പക്ഷെ ഇനി കിടപ്പില്ലേ? പണ്ട് ലാലുപ്രസാദ് യാദവിന് IIM-കാരെ വിളിച്ചോണ്ട് വരുന്നില്ല. വടക്കൻ തെക്കോട്ട് ട്രെയിൻ ഓടിച്ചു, എല്ലാ സ്ക്രാപ്പും റെയിൽവേ സ്റ്റേഷൻ റെയിൽ ട്രാക്കിന്റെ സൈഡിൽ കിടക്കുന്ന റോഡ് ഒരു ബജറ്റിന് ആശയം പണം കിട്ടി. പണ്ട് സൈഡിൽ കിടക്കാമോ? മാറ്റുന്നതെല്ലാം സൈഡിൽ കിടക്കാമോ? നമ്മുടെ എത്ര ഇടമുണ്ടോ?
ഇപ്പൊ നമ്മൾ കർക്കശ നിർദ്ദേശം കൊടുത്തു, ഇതെല്ലാം മാനദണ്ഡം വേണം. മാനദണ്ഡം വയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യപൂർവ വിദഗ്ധർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത്യപൂർവമായിരിക്കും. സേഫ് ഗാർഡ് എപ്പോഴും വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നു, ഇയാളെ എന്ത് കണ്ടാൽ ആക്രിയേറ്റെന്ന് തോന്നുന്നു. ലക്ഷ്യം നന്നായിട്ട് ഓടുന്നുണ്ടോ, പക്ഷെ ഇയാൾക്ക് പ്രത്യേക സിദ്ധിയുണ്ട്, എന്ത് കണ്ടാലും ആക്രി. അങ്ങനെയുള്ള അത്യപൂർവ ജനസുകൾ ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടായി വരാം. അതുകൊണ്ട് സേഫ് ഗാർഡ്സ് വേണം. പക്ഷെ സേഫ് ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പെറന്റായി സ്പീഡിൽ തീരുമാനമെടുക്കാനുള്ളതാണ്. അപ്പൊ സേഫ് ഗാർഡ് വന്നാലോ നമ്മുടെ കൂട്ടത്തിൽ ചിലർ മർമ്മ വിദഗ്ധരായിരിക്കും. പിന്നെ തൊടുന്നോടത്തെല്ലാം മർമ്മമായിരിക്കും. അപ്പൊ പിന്നെ ഒന്നും തൊടാൻ പറ്റില്ല. ഇതിങ്ങനെ ആയാലും സംശയം മാറേയില്ല ചിലർക്ക്. ഇരിക്കുന്ന പോസ്റ്റൊക്കെ നല്ല പോസ്റ്റായിരിക്കും, എന്ത് തൊട്ടാലും സംശയമായിരിക്കും. അപ്പൊ പിന്നെ അതവിടെ കിടക്കും. നമ്മളൊരു നിങ്ങൾക്ക് പറയാം, ഈ മാനദണ്ഡം പ്രായോഗികമായി പിന്തുടരുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, ഗവൺമെന്റ് കൺസിഡർ ചെയ്യണം. എഴുതിയാൽ മതി, നമ്മൾ BPD നോക്കാൻ പറയും, ഒപ്പം മാറ്റാം. പക്ഷെ അത് നമ്മൾ വിനിയോഗിക്കണം. നിങ്ങൾ ശമ്പളം PF അടച്ചിട്ടില്ല, മറ്റേ പിരിഞ്ഞുപോയ ആള് അവിടെ പൈസ കിട്ടണം. അപ്പോ ഇവർക്ക് കൊടുക്കാവുന്ന സാധനം പഴയത് മുഴുവൻ അവിടെ തുരുമ്പിടിച്ചെടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ തന്നെ ചില ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതിന് വേറെ മാർക്കറ്റ് ഉണ്ടാവും. നമ്മൾ വെറുതെ സമയം 8 മണിക്കൂർ ജോലി ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ഇതല്ലേ നമ്മൾ ഉത്തരവാദിത്തം കരുതിയാൽ. ഇതിന് എങ്ങനെ നമുക്ക് മൊത്തത്തിലുള്ള ബാലൻസ് മാറ്റാൻ പറ്റും? ഇതാണ് നമ്മൾ ഓരോരുത്തരുടെ ചുമതല. ഞങ്ങൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് കോൺട്രാക്ട് ആണ്, 5 കൊല്ലത്തേക്കുള്ളതാണ്. നിങ്ങൾ പെർമനന്റ് മെക്കാനിസം. ഞങ്ങൾ നയങ്ങൾ രൂപീകരിക്കും. പക്ഷെ ഈ സ്ഥാപനം തുടർച്ചയിൽ കൊണ്ടുപോകുന്നതിനുള്ള പ്രായോഗികമായ എക്സിക്യൂട്ടീവ് സംവിധാനം നിങ്ങളെ നിർവഹിക്കേണ്ടത്, ഓരോ സ്ഥാപനത്തിന്റെ. ചില സ്ഥലങ്ങൾ ഇപ്പോൾ പഴയ പോലെ വരുന്നത്. തൊഴിലാളി യൂണിയനുകളുടെയും സമീപനത്തിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞു, ഗവൺമെന്റ് LDFന്റെ കാഴ്ചപ്പാടാണ്. മന്ത്രി ഇരുന്ന് എഗ്രിമെന്റുകൾ ഒപ്പുവയ്ക്കേണ്ടതില്ല. അത് അതാത് സ്ഥാപനം HR-ഉം യഥാർത്ഥത്തിൽ MD തന്നെ അവസാന ഘട്ടത്തിൽ വരേണ്ടതുള്ളൂ. ഇത് HR-ന്റെ ജോലിയാണ്. നേരെ ട്രേഡ് യൂണിയൻകാരെല്ലാവരും ചെന്ന് MD-യുടെ മുറിയിൽ പോകും. ഇനി MD എങ്ങനെ കാണാൻ ബുദ്ധിമുട്ടിയാലോ അപ്പൊ തന്നെ നമ്മുടെ സ്പാറ്റാണല്ലോ എന്ന് വെച്ചാൽ അവരും ചെന്നു നമ്മുടെ യൂണിയൻകാരുടെ പ്രശ്നം. അപ്പൊ പിന്നെ MD ആയി. HR ചർച്ച ചെയ്യട്ടെ, പാരാമീറ്റേഴ്സ് നിശ്ചയിക്കുക, ചർച്ചയ്ക്ക് മുമ്പ് ബോർഡ് തീരുമാനിക്കുക. ബോർഡ് തീരുമാനിക്കണം, ഇതാണ് വ്യവസ്ഥ. ഗവൺമെന്റ് ഡയറക്ഷൻ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട് എത്ര ശതമാനം വർദ്ധിപ്പിക്കാം, പ്രോഫിറ്റ് ഉള്ളത് എങ്ങനെയായിരിക്കണം, ലിമിറ്റ് വേണം, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, ഇൻസെന്റീവ് സൈഡ് എത്ര വേണം, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് എങ്ങനെയാക്കാൻ പറ്റും, ഇൻസെന്റീവിനെ എങ്ങനെ പാരാമീറ്റേഴ്സ് നിശ്ചയിക്കാം. അത് ജനറലായിട്ട് പറ്റും, ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രത്യേകം വേണം. ആ ഡിപ്പാർട്ട്മെന്റിന് എത്ര ഹിറ്റ് ഉണ്ടാവും ഈ ഇൻസെന്റീവ് നിശ്ചയിക്കുമ്പോൾ, ടീം വർക്കിന് എത്ര വരും, ഇൻഡിവിജ്വലിന് എത്ര വരും, ഇങ്ങനെ നിശ്ചയിക്കാം. അങ്ങനെ നിശ്ചയിക്കുമ്പോ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കൂടും, നിങ്ങൾക്കൊരു പ്രചോദനം വരും. മാനേജ്മെന്റ് കേട്ടതും ഈ ഡെലിവറി വെച്ചിട്ട് നിശ്ചയിക്കാം. അപ്പോ ഒന്ന് സെലക്ഷൻ പ്രോസസ്, പ്രൊമോഷൻ, അത് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്വാഭാവിക എക്സ്പീരിയൻസ് ഉണ്ടാവും, സ്കിൽ ആ പ്രിസ്ക്രൈബ് ജോലിക്കുള്ളത്. 2, നിയതമായതിനനുസരിച്ച് ഉത്പാദന ചെലവ് വർദ്ധിപ്പിക്കാതെയുള്ള മാറ്റങ്ങൾ. ജീവന ചെലവ് കൂടുമ്പോൾ നമുക്ക് വരുമാനം കൂടണം, പക്ഷെ വരുമാനം അതിനനുസരിച്ച് നൽകുമ്പോൾ കമ്പനിയുടെ വരുമാനം മെച്ചമുള്ളതായിരിക്കണം. ഗവൺമെന്റ് നിങ്ങളിങ്ങനെ ശമ്പളം നൽകാൻ വേണ്ടി മാത്രം സപ്പോർട്ട് ഇപ്പോൾ പ്രതീക്ഷിക്കാനേ പാടില്ല. അത് കമ്പനികളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഒറ്റത്തവണ സഹായം വേണം, ഇന്ന രീതി മാറ്റം വരുത്താം, ഗവൺമെന്റ് ചെയ്യാം. അതോടുകൂടി പിന്നെ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള പൊതു സമീപനം. നിങ്ങൾ ഈ സമ്മേളനവും ക്രിയാത്മകമായ കുറെ ചർച്ചകൾ പൊതുവായ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും നടത്തുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രൂപീകരണ ലക്ഷ്യം, കോവിഡ് അതിജീവനം, ഇങ്ങനെ പല
വിഷയങ്ങളും നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്ത് ഇതിനു മുൻപ് ഒത്തിരി സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനൊരു ഫോളോ അപ്പ് ആണ്. ഞാൻ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം പറയാം. നിങ്ങൾ എത്ര സെമിനാറുകൾ നടത്തി? എത്ര നടത്തി? 4. ഈ സെമിനാറുകളിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ആക്ഷൻ പ്ലാൻ? അല്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ റിപ്പോർട്ടിലായിരിക്കും ഇന്ന സെമിനാർ നടത്തി പ്രമുഖരായി. ഡോക്യുമെന്റേഷൻ വേണം, ആക്ഷൻ പ്ലാൻ വേണം. ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കണം? വിത്ത് ടൈം ഫ്രെയിം, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഗവൺമെന്റിന് ചെയ്യണോ? നിങ്ങൾ എഴുതുന്നോ ഇന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെന്നില്ല. പക്ഷെ ചെയ്യാവുന്ന എല്ലാവർക്കും ചെയ്യാം. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ കൂടി വന്നാൽ ഇത് മെച്ചപ്പെടുത്താം. അല്ലാതെ ഞങ്ങളുടെ ഇന്ന കേട്ടറിൽ നിന്ന് ഇന്ന കേട്ടറിലേക്ക് മാറുന്ന മറ്റേ പ്രൊമോഷണൽ പ്രശ്നം അത് വേറെ എങ്ങനെ എടുത്തു? ഇതിന്റെ കൂടെ അല്ല. ഇതിങ്ങനെ വന്നാൽ ഈ സ്ഥാപനം കുറെ കൂടി മെച്ചപ്പെടുത്താം. ഈ പ്രശ്നമുണ്ട്, ഇതാണ് ഒരു കണ്ടിൽ, നിങ്ങൾ മറിയിക്കോ ഇതിന്റെ ഭാഗമായി. അങ്ങനെ വന്നാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. മാനേജിംഗ് ഡയറക്ടർമാർ ഒരു സംഘടനയുടെയും പ്രവർത്തകരുടെ ചുമതല എടുക്കാൻ പാടില്ല. മാനേജിംഗ് ഡയറക്ടർമാർ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാർ മാത്രമായിരിക്കണം. അവർക്ക് നിലപാടുകൾ ഉണ്ടാവും, പക്ഷെ ഉത്തരവാദിത്തം എടുക്കാൻ പാടില്ല. അപ്പൊ പിന്നെ അവര് ഈ ഫിനാൻസിന്റെ ചർച്ച നടക്കുമ്പോഴായിരിക്കും കമ്മിറ്റി മീറ്റിംഗ് വരുന്നത്. അപ്പൊ കമ്മിറ്റിക്ക് പോകണോ, ഇത് ചർച്ച ചെയ്തിട്ട് മാർക്കറ്റിന്റെ കാര്യം ആലോചിക്കണോ? സ്വാഭാവികമായിട്ട് കമ്മിറ്റഡ് അല്ലേ നമ്മൾ ഐഡിയോളജിക്കലി. അതുകൊണ്ട് അങ്ങോട്ട് പോകും ഓർഗനൈസേഷനിൽ, സ്ഥാപനം നിൽക്കും. മാനേജിംഗ് ഡയറക്ടർമാർ ഈ പോസ്റ്റിൽ ഇരിക്കുന്നവർ മറ്റ് സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാടില്ല. ഇപ്പൊ ഉണ്ട് അത്. നിങ്ങൾ ഇനി കഴിഞ്ഞിട്ടാണോ ബാക്കി അജണ്ടകളൊക്കെ വരുന്നതെന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അതായിരിക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഒരാൾ ഫുള്ളി കമ്മിറ്റഡ് ആണ്, മറ്റൊഴിഞ്ഞാൽ മതി, വേറെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് എളുപ്പം. നിങ്ങളിവിടെ ഇല്ലാണ്ട സേവനം നിങ്ങൾക്ക് വേണം എന്ന് തീരുമാനിച്ചാൽ ഞാൻ എതിരല്ല, ഗവൺമെന്റ് എതിരല്ല. സ്പാറ്റോടെ പ്രവർത്തനത്തിൽ ഇന്നാണ് ഏറ്റവും കീ പോസ്റ്റിൽ വേണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ മറ്റേ കീ പോസ്റ്റ് വേറെ ആളായിരിക്കും. അവിടുത്തെ പോസ്റ്റ് ഉണ്ടാവും, അവിടെ സമയം കിട്ടുന്ന ആളായിരിക്കും ഇരിക്കുക. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെല്ലാം പൂർണ്ണമായി സംരക്ഷിക്കണം. സ്പാറ്റോ ശക്തമാകണം, ശക്തിപ്പെടണം. അതിന് പറ്റുന്ന ഏറ്റവും നല്ല പ്രവർത്തകരെ തന്നെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വെക്കണം. ഇപ്പോ എംപിമാരായിട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ പ്രധാന ചുമതലകൾ ഉണ്ടെങ്കിൽ അവർ തുടരണം എന്നാണ് നിങ്ങളുടെ കൂട്ടായ തീരുമാനമെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അവിടെ പിന്നീട് വേറെ ആളായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വയ്ക്കുമ്പോൾ ഉചിതമായിരിക്കും എന്നും കൂടി സൂചിപ്പിച്ച് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും